ഇറ്റ്സ് മീ സാദി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചൂരമീൻ അച്ചാറാണ്. അതിന് വേണ്ടി ചൂര കട്ട് ചെയ്ത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചൂരമീൻ അച്ചാറിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയുള്ള ഒരു സാധനമാണ്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് കുനുകുനാന്നരിയാം. വെളുത്തുള്ളി അരിയണ്ട, ഇഞ്ചിയും നമ്മൾ അമ്മിക്കല്ലിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം, പേസ്റ്റ് പോലെ ആക്കാം. അപ്പോൾ അത് നമ്മളവിടെ പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. പച്ചമുളകും നമ്മൾ നേരത്തെ വെച്ച കൊച്ചുള്ളിയും കറിവേപ്പിലയോടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഗൈസ്, ഇതൊരു ബ്രൗൺ ഷെയ്ഡിലായി വരും. കണ്ടോ, ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡിലായി വരും. നല്ല ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാവേ. അപ്പോൾ നമുക്കിങ്ങനെ ഊറ്റിയെടുക്കാം. അരിപ്പയിലേക്ക് നമുക്ക് എണ്ണ മാറ്റാവേ. പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ആഡ് ചെയ്യാവേ. എന്നിട്ട് നമുക്കൊന്ന് ബ്രൗണിഷ് ആവുന്നപ്പോൾ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അത് നമ്മൾ നേരത്തെ കൊച്ചുള്ളി ചെയ്തതുപോലെ എണ്ണ മാറാനായിട്ട് നമുക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാവേ. കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് അപ്പോൾ ഗൈസ്, ഇത് എണ്ണ ഇട്ടിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചി ഒന്ന് ഇതാക്കിയെടുക്കാം, മൂപ്പിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എണ്ണ ഇടാൻ വേണ്ടി നമ്മൾ ഇഞ്ചി അവിടെ ചെയ്തിട്ടുണ്ട്. ആ എണ്ണ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം ഇഞ്ചിയും അത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ ആ എണ്ണയിൽ തന്നെ നമുക്ക് മുളകൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ കരിയാപ്പിലയൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഗൈസ്, ഇതൊരു ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതും ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം നേരത്തെ ആ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാവേ. അപ്പോൾ ഇങ്ങനെ ഇട്ടെന്ന് നമുക്ക് അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത ആ സംഭവം നമ്മുടെ മുളകും കറിവേപ്പിലയും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ഇതിവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ എള്ളെണ്ണയിലാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. എന്തൊക്കെ പേരാണ്! എള്ളെണ്ണയിലാണ് നമ്മൾ ഈ മീൻ വറുത്തെടുക്കുന്നത്, ചൂരമീൻ. ഗൈസ്, നമുക്കൊന്ന് വറുത്തെടുക്കാവേ. പിന്നെ മീനെല്ലാം വറുത്ത ശേഷം അച്ചാറിനുള്ള മസാലകളാണ് ഇതെല്ലാം. മഞ്ഞൾപ്പൊടി, വിനീഗർ, പിന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വിനീഗർ, കായം എല്ലാം കൂടെ ആഡ് ചെയ്യാവേ. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് കടുവൊന്ന് പൊട്ടിക്കാം. പൊട്ടിക്കാം. നല്ല പൊട്ടും അതിലേക്ക് നമ്മൾ നേരത്തെ ഇതൊക്കെ ഇല്ല, ആ മുളക് പൊടിയൊക്കെ അതൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് വിനീഗർ ഒഴിച്ച് കൊടുക്കാവേ. ഒന്ന് വെള്ളം പോലെ ആക്കിയിട്ട് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീനും നേരത്തെ നമ്മൾ അരച്ച് വെച്ച അതും പിന്നെ കറിവേപ്പിലയും മുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കായോടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കായം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. ബൈ.